ഞാൻ ഡോൾഫിൻ ഹൗസിലോട്ട് പോവുകയാണ് ഗൈസ്. കയ്യിൽ വടിയൊക്കെ ഉണ്ട്. ഒരു വലിയ ട്രക്കിംഗ് ആണ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാതി പോലും ആയില്ല, തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. ബാ നമുക്ക് ഒരുമിച്ച് ട്രക്ക് ചെയ്യാം. ഒരുമിച്ച് നേരത്തെ ഞാൻ ചറങ്ങിയതേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ കമ്പക്കം വടിയും കൊണ്ടൊക്കെ എന്നാൽ യൂസ്ഫുൾ ആയിരിക്കും. ചറങ്ങൂല. ഒരമ്മയായി ഇപ്പോഴേ. ആദ്യത്തിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് യൂസ്. ഇനിയും ട്രാവൽ ചെയ്യുന്നവർക്ക്, അതായത് ട്രാവൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്കൊന്ന് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ ഞാൻ എല്ലായിടത്തും ട്രക്കിങ് കണ്ടുപിടിച്ച് ഞാൻ പോകും. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്കവാറും എൻ്റെ ട്രക്കിംഗ് വീഡിയോ തന്നെ ഒരു 2 മണിക്കൂർ. എൻ്റെ ഏട്ടൻ പയറ് പോലെയാണ് നടന്നു പോകുന്നത്. എങ്ങനെയാണ് ഇത്ര എനർജി കിട്ടണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അപ്പനെ ഇത് എങ്ങനെ ഞാൻ നടക്കുമെന്നാണ് ആലോചിക്കുന്നത്. 20 മിനിറ്റോളം നടക്കമുണ്ടെന്നാണ് പറയുന്നത്. ടോട്ടൽ 40 മിനിറ്റ്. ഇത് കണ്ടിട്ട് വീണ്ടും ഇതേപ്പറ്റി 20 മിനിറ്റ്. ഇവിടെ വരുമ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവരണം. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരണം. കാരണം ഇവിടെ 5 ലിറ്റർ കുപ്പിക്ക് 100 രൂപ. അതുകൊണ്ട് നമ്മൾ കുറച്ച് എനർജി കിട്ടാൻ വേണ്ടി സ്റ്റിങ്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ തറയിപ്പോവും. ഫൈനലി ആഫ്റ്റർ സോ മെനി പ്രേയേഴ്സ് ഡോൾഫിൻ ഹൗസിൻ്റെ മൗണ്ടൻ വ്യൂവിലാണ് എത്തിയത്. ഡോൾഫിൻ ഹൗസിലെത്തിയത് മൗണ്ടൻ അടിപൊളി കേട്ടോ. പച്ചപ്പ്, ഒരേ മല പച്ചപ്പായിരിക്കും. അടിപൊളി. പക്ഷെ ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഫോഗ് കൊണ്ട് മൊത്തത്തിൽ ഇവിടെ മുള്ളിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നല്ല ചെറിയ അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ പോവുകയാണെങ്കിൽ എൻ്റെ പൊന്നി അത് നമ്മൾ ഇവിടെ വരെ നോക്കും. പക്ഷേ ഡോൾഫിൻ ഹൗസിൽ ഞാൻ ടിപ്പ് വരെ പോയി കേട്ടോ. ഇനിയാണ് നമ്മൾ ഡോൾഫിൻ ഹൗസിൽ പോകേണ്ടി പോകണം. നേരത്തെ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു മൗണ്ടൻ വ്യൂ ആണ്. യഥാർത്ഥം നമുക്ക് ഡോൾഫിൻ ഹൗസിൽ പോകാം. ഇനിയും തീർന്നിട്ടില്ല ഗൈസ്, ഇനിയും ഉണ്ട് കേട്ടോ. ഇടുങ്ങിയ വഴി നേരത്തെ നമ്മൾ കണ്ട അത്യാവശ്യം ഇത്രയെങ്കിലും കാണും. ഇതൊരു മുടുക്ക് പോലെയാണ് പോകുന്നത്. അടിപൊളി. ഇതുവരെ എത്തിയില്ല, പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നിട്ട് ഇവിടെ കൂടുതലും അരുവികൾ ഇങ്ങനത്തെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. സൂപ്പറാണ് കേട്ടോ. ഒരു വട്ടം അതിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ഒരൊറ്റ കാര്യം പറയണം, ഫുൾ വേസ്റ്റ് ഇട്ടേക്കണുണ്ട്. നിങ്ങൾ നോക്കി ഏട്ടൊന്ന് കാണിച്ചു കൊടുത്ത്. ഫുൾ വേസ്റ്റ് കണ്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ നേച്ചർ നമ്മൾ തന്നെയാണ് ഇല്ലാതെയാക്കുന്നത്. ഈ വേസ്റ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആവുമെന്ന് അറിയാമോ. അതിന് ദേവി അതാരും ചെയ്യല്ല കേട്ടോ. ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ബാഗിലിട്ടിട്ട് എന്തെങ്കിലും ഡസ്റ്റ്ബിൻ കാണുകയാണെങ്കിൽ അവിടെ കെട്ടുക. അതാണ് ഏറ്റവും ഗുഡ് കാര്യം. ഓക്കെ, എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലത്തെ ഇനി നമുക്ക് ചപ്പലിടാൻ പാടില്ല. ഒന്നെങ്കിൽ ട്രക്കിംഗ് ഷൂ അല്ലെങ്കിൽ റണ്ണിങ് ഷൂ എന്തെങ്കിലും ഇടാവുള്ളൂ. അല്ലെങ്കിൽ കാലിന് നല്ല പണി കിട്ടും. അത് ഉറപ്പാണ്. എനിക്ക് ആ ബോധമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്കത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ 20 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത്രയൊന്നും ഇല്ല. 1 മണിക്കൂർ എങ്ങനെ നടക്കണമെന്ന് തോന്നുന്നു. എത്തിയിട്ടില്ല.
തിരിച്ചിറങ്ങണം ഞാൻ പാടുപെടാൻ വേണ്ടി പോകും. പക്ഷെ എന്നാലും എൻജോയ് ചെയ്ത് കയറാണെങ്കിൽ കുഴപ്പമില്ല. ആസ് ഐ സെഡ് ബിഫോർ, ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരും. ഇവിടെ യൂസ്ഡ് ആകുമ്പോൾ ട്രിപ്പ് വരെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ വിടുന്നില്ല. നമുക്ക് അടിപൊളിയല്ലേ? പക്ഷെ ആ ചേട്ടനെ സമ്മതിക്കണം കേട്ടോ, അവിടെ വരെ പോകുന്നത് അടിപൊളി. എൻ്റെ പൊന്നെ അടിപൊളി. നോക്കി ഡോൾഫിൻ ഹൗസ് കണ്ടു. പക്ഷെ എൻ്റെ തൊട്ട് സൈഡിൽ കൂടെ അവിടെ എന്തോ ഒരു കാണാൻ പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന പ്ലേസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ വരെ ആരും പോകുന്നില്ല. അതൊന്നും ഡൗട്ട്. അവിടെ വരെ നിന്നിട്ട് എല്ലാവരും തിരിച്ചു വരികയാണ്. അപ്പം അങ്ങോട്ട് വിടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്നാൽ നമുക്ക് പോയി നോക്കാം. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയില്ല. സംഭവം ഞാൻ അവിടെ കൊക്കെ ഇങ്ങോട്ടുണ്ടോന്ന് പറഞ്ഞു. എക്കോ പോയിന്റ് ആണോ? പക്ഷേ ചെറിയ വഴി, ഈ ചെറിയ വഴിയാണ്. അപ്പുറത്തെന്ന് പറയുന്നത് കൊക്ക് പോലെയാണ്. അപ്പൊ വീണ ആ ഇടവഴിയിൽ അങ്ങോട്ട് വീണ ഗാലി തന്നെ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. ജസ്റ്റ് അവിടെ വരെ നോക്കി വന്നതിന് ഏട്ടന് ഹൈറ്റ് പേടിയായിട്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞ് വന്ന്. പിന്നെ ആ വഴി പോകാൻ അവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഈ വഴി കൂടെ വേണം അങ്ങ് അറ്റത്ത് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ആരും പോണില്ല. നമ്മളടുത്ത് എല്ലാവരും പറഞ്ഞ് പോകണ്ട, വീന്നൊക്കെ പോകുന്നു. അതുകൊണ്ട് പിന്നെ പോയില്ല. അയ്യോ, ഇനി അടുത്താണ് ഏറ്റവും വലിയ പ്രയാണം. തിരിച്ചിത്രയും മല നടക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കമ്പ് എവിടെ? ഓ മൈ ഗോഡ്, എൻ്റെ ട്രക്കിംഗ് കമ്പ്. ഷിറ്റ് മാൻ, ആരും എൻ്റെ ട്രക്കിംഗ് കമ്പ് എടുത്തോണ്ട് പോയി ഗൈസ്. ഇനി എങ്ങനെ നടക്കും? അവിടെ എവിടെയാണ് ഇട്ടുന്നത്? തിരിച്ചോണം ഒന്ന് സ്റ്റിങ്ക് അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ എനർജി കിട്ടൂല. എൻ്റെ കമ്പ് ആരും എടുത്തോണ്ട് പോയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയതാണ്. ഇനി എങ്ങനെ അങ്ങോട്ട് ഞാൻ നടക്കുമോ എന്തോ. അപ്പം എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കുടിച്ചിട്ട് നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഓക്കെ, സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ തന്നെ കുറച്ച് വീടുകളുണ്ട് കണ്ടോ. രണ്ട് മൂന്ന് വീടൊക്കെ ഉണ്ട്. എന്തായാലും അപ്പോൾ അവരെങ്ങനെ ജീവിക്കുന്നതിനെ ആലോചിക്കണം. നമ്മളെ സിറ്റി എന്നിട്ട് പോലും നമുക്ക് ചില ടൈം ബുദ്ധിമുട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ അവർ നോക്കി എങ്ങനെയാണ് ജീവിക്കണമെന്ന്. എൻ്റെ അപ്പുറത്ത് വേറെ ഈ വീടിൻ്റെ ഗേറ്റ് ഉണ്ട്. പണ്ടത്തെ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീടുള്ളൂ. ഓക്കെ, നിങ്ങളൊരു അമ്മയെ കണ്ടേ പറയട്ടെ. ഈ അമ്മമ്മയെ കണ്ട ഈ അമ്മ ഇവിടെ വരണം. മഴ കൂടെയാണ് നടക്കുന്നത്. ഇവിടെ കയറത്തില്ല. അവിടെ കേട്ട് അമ്മമ്മ എൻ്റെ അടുത്ത് ഉപദേശിക്കുകയല്ലേ, ഞാൻ ഇപ്പോഴും ചിന്ന പൊന്ന് തെമ്പായി ഇരിക്കുന്നു. അപ്പോൾ അമ്മമ്മ കുറച്ച് ഏജായില്ലേ, വയസ്സായ അമ്മമ്മയല്ലേ. ഞാൻ അമ്മമ്മയായിട്ട് പോലും തെമ്പായതായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര അഡ്വൈസിങ് ഒക്കെ ആയിരുന്നു. പാവണം കേട്ടോ, അവരുടെ ഫാമിലിയൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷെ ഇപ്പോഴും അമ്മമ്മ വയറുമല്ലാണ് നടന്ന് പോണത്. അമ്മമ്മയ്ക്ക് എല്ലാ ആരോഗ്യം ഇനിയും കിട്ടട്ടെ. ഈ അമ്മമ്മയ്ക്കില്ലേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫാമിലി സമ്മതിക്കുന്നില്ല. അപ്പോൾ അമ്മമ്മ എൻ്റെ അടുത്ത് പറയുന്നു, എൻ്റെ തല വിധി, എന്നെ ഒരിടത്തും ഇറങ്ങാൻ സമ്മതിക്കില്ല എന്ന്. എനിക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിങ്ങനെയൊക്കെ ഇറങ്ങണമെന്ന്. പാവം കേട്ടോ അമ്മമ്മ. ഇത്രയും ദൂരം നടന്നു വന്നപ്പോഴത്തേക്ക് മാങ്ങ കണ്ട് കൊതി വന്നിട്ട് മാങ്ങയും മുളകും ഉപ്പും കൂടെ ഇട്ട് എന്തെന്നു പറയും, ഉപ്പ് മാങ്ങ അങ്ങനെ എന്തോ സാധനം കഴിച്ചോക്കട്ടെ. അടിപൊളി. കുഴപ്പമില്ല, ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട്. മറ്റുള്ള ശംഖുമുഖമൊക്കെ ഇത് ഓക്കെ. ഇനി ഒരൊറ്റ കയറ്റം കൂടെ ഉള്ളു. നമ്മളെ റോഡ് കാണാൻ ഭയങ്കര ഇതൊക്കെ തന്നെ. പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കുക. കാരണം ഇത്രയും അങ്ങനെ പറയാനൊന്നും വരില്ല. സോ നമുക്കിനി കോക്കോസൊക്കെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, അത് വീഡിയോ
കാണാതെ പോലെ. ഓക്കെ, ഫുൾ വീഡിയോ കാണണം. സോ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ കോക്കോസ് വാക്കിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. സോ ഇവിടെ നിന്ന് ഇനി നടന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. മറ്റേ എവിടെ പോയപ്പോൾ പില്ലേഴ്സ് റോക്കിൽ പോയപ്പോൾ ലില്ലി പോലെ പൂവുണ്ടെന്ന് ഞാൻ വീട്ടിൽ കണ്ടത് പിങ്ക് കളറ്, ഇവിടെ ഗ്രീൻ കളറാണ്. പറിക്കണം ആഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് പെർ ഹെഡ് 20, ക്യാമറ ഉണ്ടെങ്കിൽ 50 റുപ്പീസ്, 50. വഴി നമുക്ക് അകത്തോട്ട് പോകാം. ഇങ്ങനെ നടന്ന് പോകണം. എന്ത് വ്യൂ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യൂ കാണാനായിരിക്കും ഇങ്ങനെ നടന്നു പോവേണ്ടത്. നമുക്ക് നോക്കാം എന്ത് കിട്ടുമെന്ന്. ഭയങ്കര തണുപ്പ്, പറയാതിരിക്കേണ്ടി പറ്റില്ല. ജാക്കറ്റ് പോലും ഇട്ടില്ല, അതാണ് പ്രശ്നം. പക്ഷെ മഴ ഏകദേശം പൊടിഞ്ഞ് വരുന്നുണ്ട്. അതിനുള്ള കുറച്ച് സീനും കൂടെ ഉണ്ട്. എനിക്കൊന്ന് വൈകുന്നേരം എന്തായാലും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. വാവ്, ലുക്ക് അറ്റ് ദാറ്റ് സീനറി. അടിപൊളിയല്ലേ? മലകളിലിടയിൽ കുഞ്ഞു കുഞ്ഞു വീട്, വേറെ ലെവല്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണം റൂമാണ്. അവിടെ നിങ്ങൾക്ക് ചെന്ന് ഇതിൻ്റെ ഒരു ഫുൾ ടെലിസ്കോപ്പ് വ്യൂ കാണാൻ പറ്റും. എത്ര മാത്രമാണെന്ന് എനിക്കറിയില്ല. താഴെ കണ്ടോ ശവനാറി പൂവാണെന്നാണ് തോന്നുന്നു. കൊതുക് വരാതിരിക്കാനുള്ള പൂവാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ പൂക്കളുണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ട്. പിന്നെ പശുക്കൾ, കാള, പോത്ത് ഇതൊക്കെ ഇവിടെ കൂടുതലാണ്. അടിപൊളി സംഭവമില്ലേ, ഭയങ്കര തണുപ്പ്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ വിഷയം. അല്ല, കൊടൈക്കനാൽ പുതിയ തണുപ്പാണ്, എന്നാലും ഞാൻ ജാക്കറ്റ് ഇടാത്തതുകൊണ്ട് കുറച്ചും കൂടെ എക്സ്ട്രാ തണുപ്പ് എനിക്ക് വരുന്നുണ്ട്. സമ്മറിൽ ഇപ്പം നമ്മൾ വന്നത് ഇവിടെ സമ്മറിലാണ്. സമ്മറിൽ ഇത്രയും തണുപ്പാണെങ്കിൽ ഓഗസ്റ്റില്ല, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ എന്ത് തണുപ്പായിരിക്കും അല്ലേ? ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒരു വട്ടം ആ ടൈമിൽ വരണം. വന്ന ശേഷം എൻ്റെ ആഗ്രഹങ്ങളാണ് എല്ലാ കോമൺ ടൂറിസ്റ്റ് പ്ലേസ് അല്ലാതെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. പൂണ്ടി, പൂമ്പാറ, അങ്ങനെ കുറേ വില്ലേജസ് ഉണ്ട്. അവിടെയൊക്കെ ട്രക്ക് ചെയ്ത് എനിക്ക് അവിടെയൊക്കെ കുറേ ദിവസം താമസിച്ച് ആ ഫുൾ വില്ലേജും എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യെസ്.